കടലിലെ തിരമാലകൾ അടങ്ങുമ്പോൾ മാത്രം സമുദ്രത്തിൻ്റെ ആഴം കാണാൻ കഴിയുന്നതുപോലെ നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ അടങ്ങുമ്പോൾ മാത്രമേ ആത്മാവിൻ്റെ ശാന്തി നമുക്ക് അനുഭവിക്കാനാവൂ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ 11ാമത്തെ വിദ്യയെക്കുറിച്ചാണ്. ശിവൻ ചോദിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പ് ഇഴയുന്നു എന്ന് കരുതുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ ഇഴിച്ചിലേക്ക് ഓടിയെത്തും. ഒരു മുള്ളു തറച്ചാൽ ബോധം ആ വേദനയിലേക്കൊഴുകും. ഇവിടെയാണ് ശിവൻ തൻ്റെ തന്ത്രം വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധ പുറത്തേക്കൊഴുകുന്ന ആ നിമിഷം ഒരാമ തൻ്റെ കൈകാലുകൾ തോടിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് പോലെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിക്കണമെന്ന്. സാധാരണഗതിയിൽ നാം ഉറുമ്പിനെ തട്ടിമാറ്റുകയാണ് ചെയ്യുക. അതൊരു കർമ്മമാണ്. എന്നാൽ ശിവൻ പറയുന്നു, ഒരിക്കലും കർമ്മം ചെയ്യരുത്, പകരം ഒരു ശിലയെപ്പോലെ നിശ്ചലനാവുകയെന്ന്. ഇതിനായി ശിവൻ നൽകുന്ന മാസ്റ്റർ കീയാണ് ശ്വാസം. അനങ്ങാൻ കഴിയാതെ കിടപ്പിലായ ഓഷോയുടെ സുഹൃത്ത് ഈ വിദ്യയിലൂടെയാണ് തൻ്റെ നരകതുല്യമായ അവസ്ഥയെ ധ്യാനമാക്കി മാറ്റിയത്. ഞാനൊരു ജഡമാണ്, ഒരു ശിലയാണെന്ന് സങ്കല്പിച്ചപ്പോൾ 30 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വേദനകൾ അപ്രത്യക്ഷമായി. സ്നേഹമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കടലിലെ തിരമാലകൾ അടങ്ങുമ്പോൾ മാത്രം സമുദ്രത്തിൻ്റെ ആഴം കാണാൻ കഴിയുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ അടങ്ങുമ്പോൾ മാത്രമേ ആത്മാവിൻ്റെ ശാന്തി നമുക്ക് അനുഭവിക്കാനാവൂ. ഈ ഒരു തിരിച്ചറിവോടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിജ്ഞാൻ ഭൈരവ് തന്ത്രത്തിലെ 11ാമത്തെ വിദ്യയെക്കുറിച്ചാണ്. ശരീരത്തെ ഒരു ശിലയെപ്പോലെ നിശ്ചലമാക്കുന്നതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ബോധം അതിൻ്റെ കേന്ദ്രത്തിലേക്ക് മടങ്ങിയെത്തുന്നതെന്ന് ഈ വിദ്യയിലൂടെ നമുക്ക് ശിവൻ കാണിച്ചു തരികയാണ്. ശിവൻ ഈ വിദ്യ ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പ് ഇഴയുന്നു എന്ന് കരുതുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ശരീരം എന്നതൊരു വീട് പോലെ കരുതുകയാണെങ്കിൽ അതിന് 5 ഇന്ദ്രിയ വാതിലുകളുണ്ട്. ആ വാതിലുകളിലൊന്ന് നമ്മുടെ കാഴ്ചയാണ്. മറ്റുള്ളവ കേൾവി, ഗന്ധം, രുചി, സ്പർശം എന്നിവയാണ്. ഈ 5 വാതിലുകളിലൂടെയാണ് നമ്മുടെ ശ്രദ്ധ എപ്പോഴും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പ് ഇഴയുമ്പോൾ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ ആ ഇഴിച്ചിലിലേക്ക് ഓടിയെത്തും. അതുപോലെ തന്നെ ഒരു മുള്ള് നമ്മുടെ കാലിൽ തറച്ചാൽ നമ്മളുടെ ബോധം മുഴുവൻ ആ വേദനയിലേക്ക് ഒഴുകിയെത്തും. ഇവിടെ ശിവൻ പറയുന്നത്, നിങ്ങളുടെ ശ്രദ്ധ ആ വേദനയിലേക്കോ ഇഴിച്ചിലേക്കോ ഒഴുകുന്ന ആ നിമിഷം തന്നെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ വാതിൽ അടയ്ക്കണമെന്നാണ്. ഒരാമ തൻ്റെ കൈകാലുകൾ തോടിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് പോലെ പുറത്തേക്ക് പോകുന്ന നമ്മുടെ ശ്രദ്ധയെ ബലം പ്രയോഗിക്കാതെ ഉള്ളിലേക്ക് തിരിക്കേണ്ടതുണ്ട്. ശിവനിവിടെ ഉറുമ്പിനെ ഒരു ഉദാഹരണമായി മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. പകരം അത് ഒരു തലവേദനയോ നമ്മുടെ കാലിലെ ഒരു വേദനയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു ശബ്ദമോ ആകാം. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എന്തെങ്കിലും ഒന്ന് നമ്മുടെ ശ്രദ്ധയെ പുറത്തേക്ക് വലിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നതിന് പകരം നമ്മളവിടെ ഒരു ശിലയെപ്പോലെ നിശ്ചലനാകണം. സാധാരണയായി ഒരു ഉറുമ്പ് നമ്മുടെ ശരീരത്തിലൂടെ ഇഴയുമ്പോൾ നാം അതിനെ തട്ടിമാറ്റാൻ ശ്രമിക്കും. അവിടെ നമ്മളൊരു കർമ്മം ചെയ്യുകയാണ്.
തട്ടിമാറ്റുക എന്ന കർമ്മം. എന്നാൽ ശിവൻ ഇവിടെ പറയുന്നത് നിങ്ങളിവിടെ കർമ്മം ചെയ്യരുത് എന്നാണ്. മറിച്ച് അതീവ ജാഗ്രതയോടെ ഇരിക്കണമെന്ന്. പ്രതികരിക്കാതിരിക്കുമ്പോൾ ആ ഊർജം നമുക്കുള്ളിലേക്ക് തന്നെ മടങ്ങും. ഇന്ദ്രിയങ്ങളാകുന്ന ദ്വാരങ്ങൾ അടയ്ക്കുമ്പോൾ ഊർജം നമ്മുടെ ഉള്ളിൽ തന്നെ നിറയുകയും നമ്മൾ കൂടുതൽ ശക്തിയുള്ളവനായി മാറുകയും ചെയ്യും. ശരി, ഈ വാതിലുകൾ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് അടയ്ക്കാൻ കഴിയുക? ഇതിന് ശിവൻ നൽകുന്ന ലളിതമായ വഴി എന്നത് ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ നിർത്തുക എന്നാണ്. അതായത് നമ്മൾ ശ്വാസം ഉള്ളിൽ പിടിക്കുമ്പോഴോ പുറത്തു നിർത്തുമ്പോഴോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തനിയെ അടയ്ക്കപ്പെടും. ആ നിമിഷം നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെ ഉള്ളിൽ തങ്ങി നിൽക്കും. ആ നിശബ്ദതയിൽ അല്ലെങ്കിൽ ആ നിശ്ചലതയിൽ ഇഴച്ചിലവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ വേദന അവിടെ ഉണ്ടാവില്ല. ആ നിമിഷം നമ്മൾ ശരീരത്തിൽ നിന്ന് വളരെ ദൂരേക്ക് പോയി കഴിഞ്ഞു എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മളിപ്പോൾ ശ്രദ്ധയുടെ ഒഴുക്കിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി. ഇനി നമുക്ക് ആ 5 വാതിലുകൾ എങ്ങനെയാണ് ശാസ്ത്രീയമായി അടയ്ക്കുക എന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ശിവൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അടച്ചു വച്ചതിന് ശേഷം ഒരു ശിലയെപ്പോലെ ആയിത്തീരണമെന്നാണ്. ഇവിടെ ശിവൻ പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇല്ലാതാക്കുക എന്നല്ല, മറിച്ച് ഇന്ദ്രിയങ്ങൾ വഴി പുറത്തേക്ക് പോകുന്ന നമ്മുടെ ചൈതന്യത്തെ അഥവാ ലൈഫ് ഫോഴ്സിനെ തിരികെ വിളിക്കുക എന്നതാണ്. നമ്മുടെ ഓരോ ഇന്ദ്രിയവും ബാഹ്യലോകത്തേക്ക് തുറന്നിരിക്കുന്ന ഓരോ വാതിലുകളാണ്. കാഴ്ചയിലൂടെ ധാരാളം ഊർജം നമ്മൾ കളയുന്നുണ്ട്. നമ്മൾ കാണുന്ന ഓരോ ദൃശ്യവും നമ്മുടെ ഊർജത്തെ ധാരാളമായി വലിച്ചെടുക്കും. ശബ്ദങ്ങളിലൂടെയും നമ്മുടെ ഊർജം പുറത്തേക്ക് ധാരാളമായി ഒഴുകുന്നുണ്ട്. ശരീരത്തിൻ്റെ അതിരുകളിലൂടെ നമ്മൾ ലോകവുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നു. നമ്മളൊന്ന് ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഈ വാതിലുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വിചാരങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇതിനായി ശിവൻ നമുക്ക് നൽകുന്ന സൂത്രം ഇതാണ്: നമ്മൾ ഒരന്ധനാണെന്ന് സങ്കല്പിക്കുകയെന്ന്, നമുക്കൊന്നും കേൾക്കാൻ കഴിയില്ലെന്ന് വിചാരിക്കുകയെന്ന്, ഇന്ദ്രിയങ്ങൾ വഴി ഈ ലോകത്തേക്ക് നീട്ടുന്ന നമ്മുടെ കൈകൾ തിരികെ വലിച്ചെടുക്കണമെന്ന്. ഇന്ദ്രിയങ്ങളെ അടയ്ക്കൂ എന്ന് മനസ്സിനോട് പറഞ്ഞാൽ മനസ്സൊരിക്കലും അത് കേൾക്കില്ല. അവിടെയാണ് ശിവൻ നമുക്കൊരു മാസ്റ്റർ കീ നൽകുന്നത്, ശ്വാസമെന്ന മാസ്റ്റർ കീ. ശ്വാസവും ഇന്ദ്രിയങ്ങളും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. നമ്മൾ ആവേശഭരിതനാകുമ്പോൾ നമ്മളുടെ ശ്വാസഗതി വേഗത്തിലാകുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ സജീവമാകുകയും ചെയ്യും. എന്നാൽ നമ്മൾ ശ്വാസത്തെ ഒരു നിമിഷം നിർത്തുകയാണെങ്കിൽ മനസ്സിന് ഈ ലോകവുമായി ബന്ധപ്പെടുവാൻ കഴിയില്ല. ശ്വാസം നിലയ്ക്കുന്ന ആ ചെറിയ ഇടവേളയിൽ ഇന്ദ്രിയങ്ങളുടെ വാതിലുകൾ താനെ അടയും. ആ നിമിഷം നമ്മൾ ലോകത്തിനു മുൻപിൽ ഒരു ശിലയായി മാറും. ശരി, ഇന്ദ്രിയങ്ങൾ അടയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, കാറ്റുള്ളപ്പോൾ കത്തുന്ന വിളക്കിൻ്റെ തീനാളം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതിൻ്റെ പ്രകാശം ചിതറിപ്പോകുകയും ചെയ്യും. എന്നാൽ ജനലകളെല്ലാം അടച്ച ഒരു മുറിയിൽ തീനാളം നിശ്ചലമായി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വാതിലടയ്ക്കുമ്പോൾ നമ്മുടെ ബോധമാകുന്ന വിളക്കവിടെ നിശ്ചലമാകും. ആ നിശ്ചലതയിലാണ് നമ്മൾ നമ്മളെ തന്നെ കാണുക. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്ക്. ശരി, നിങ്ങൾ
അനങ്ങാതെ ഇരിക്കണം. നിങ്ങളുടെ ശരീരം ഒരു കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയതാണെന്നൊന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ കൈകൾക്ക് ഭാരം അനുഭവപ്പെടട്ടെ. നിങ്ങളുടെ കാലുകൾ ഭൂമിയുമായി ഉറച്ചു നിൽക്കട്ടെ. കണ്ണുകളടച്ച് ഈ ലോകം മുഴുവൻ അപ്രത്യക്ഷമായെന്ന് കരുതുക. ഈ നിമിഷം നിങ്ങളൊരു ജഡമാണ്. നിങ്ങളൊരു ശിലയാണ്. ഈ അവസ്ഥയിൽ ഒരു ഉറുമ്പ് നിങ്ങളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞാലും, ഒരു ശബ്ദം കേട്ടാലും നിങ്ങളുടെ ശരീരം പ്രതികരിക്കരുത്. കാരണം കല്ലുകൾ പ്രതികരിക്കാറില്ല എന്നതാണ്. ഈ പ്രതികരിക്കാതിരിക്കൽ നിങ്ങളെ മഹത്തായ ഒരു ശൂന്യതയിലേക്ക് കൊണ്ടെത്തിക്കും. സാവകാശം നിങ്ങൾക്ക് ഉണർവിലേക്ക് വരാം. വളരെ പതുക്കെ ഒരു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കാം. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പരിശീലനങ്ങൾ ചേർന്നതാണ് നമ്മളുടെ വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ ഒട്ടുമിക്ക വിദ്യകളും. നമ്മുടെ ഒഴിവു സമയങ്ങളിൽ നമുക്ക് നേരം കിട്ടുമ്പോഴൊക്കെ ഇതൊക്കെ ഒന്ന് പരിശീലിച്ചാൽ നമ്മളുടെ ബോധാവസ്ഥയ്ക്ക് എത്രമാത്രം ഉണർച്ചയുണ്ടാകുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടാം. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകാം ധ്യാനമെന്നത് ഹിമാലയത്തിൽ പോയി ചെയ്യേണ്ട ഒന്നാണെന്ന്. എന്നാൽ ഓഷോയുടെ സുഹൃത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ കിടപ്പുമുറി പോലും ഒരു ധ്യാനമുറിയാക്കി മാറ്റാമെന്ന്. അസാധ്യവും ആശയറ്റതുമായ ഒരു സാഹചര്യത്തിലാണ് ഈ വിദ്യയുടെ യഥാർത്ഥ പ്രഭാവമെന്നും നാം തിരിച്ചറിയും. ഓഷോയുടെ സുഹൃത്ത് വളരെ പ്രായമുള്ള ഒരാളാണ്. എന്നാൽ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാത്ത ആളുമായിരുന്നു. ഒരിക്കൽ കോണിപ്പടിയിൽ നിന്ന് വീണ അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നുപോയി. 3 മാസത്തേക്ക് അനങ്ങാതെ കിടക്കണമെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. ഓഷോ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ ആ മനുഷ്യനാകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അനങ്ങാതെ ഒരിടത്ത് കിടക്കാൻ എനിക്ക് വയ്യ, ഈ കിടപ്പിനേക്കാൾ ഭേദം മരണമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുറവിളി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത്തരം നിമിഷങ്ങൾ വന്നിട്ടുണ്ടാകാം. രോഗാവസ്ഥകൾ കൊണ്ടോ പ്രതിസന്ധികൾ കൊണ്ടോ നിസ്സഹായരായി ഒരിടത്ത് നമുക്ക് ഒതുങ്ങേണ്ടി വന്നിരിക്കാം. അങ്ങനെ ഒരു നിമിഷത്തിൽ നമ്മുടെ മനസ്സൊരു ഭ്രാന്തൻ കുരങ്ങനെ പോലെ തുള്ളിച്ചാടും. ആ ചതിക്കുഴിയിൽ നിന്നുമാണ് ശിവൻ്റെ ഈ വിദ്യ നമ്മെ രക്ഷിക്കുന്നത്. ഓഷോ ഇവിടെ സുഹൃത്തിനോട് പറഞ്ഞു, 3 മാസം നിങ്ങൾ എന്തായാലും ഇവിടെ കിടന്നേ പറ്റൂ. അതുകൊണ്ട് നിങ്ങളിതൊരു അവസരമായി കാണണം. നിങ്ങളൊരു ശിലാപ്രതിമയാണെന്ന് സങ്കല്പിക്കണം. ഒരു കല്ലിന് ഇളകാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളൊരു ജഡമാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. ആ സുഹൃത്ത് ആദ്യം ഇത് വിശ്വസിച്ചില്ല. ഇതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് അദ്ദേഹം കരുതി. എങ്കിലും മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ കണ്ണുകളടച്ച് തന്നെത്താൻ ഒരു ശിലയായി സങ്കല്പിച്ചു. അവിടെയാണ് അത്ഭുതം സംഭവിച്ചത്. വെറും 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ
അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചുളിവുകൾ മാറി. ശ്വാസം നിശബ്ദമായി. അദ്ദേഹം ഒരു യഥാർത്ഥ ശിലയെപ്പോലെ നിശ്ചലനായി മാറി. നമുക്കറിയാം, ഒരു വലിയ മഞ്ഞുമല നിശ്ചലമായി നിൽക്കുമ്പോൾ അത് ഗാംഭീര്യമുള്ളതാണ്, അല്ലേ? എന്നാൽ അത് ഉരുകി താഴേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ അത് നദിയായി മാറും. നമ്മുടെ ബോധം എന്നത് ഈ നദിയെപ്പോലെ എപ്പോഴും വിചാരങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വീണ്ടും നിശ്ചലമായ ഒരു മഞ്ഞുമരയാക്കി മാറ്റുന്നതാണ് ഈ വിദ്യ. ഒരു പ്രതിമയ്ക്ക് ഒരിക്കലും വേദന തോന്നില്ല, കാരണം അതിന് ബോധമില്ല എന്നതാണ്. ഒരു മനുഷ്യൻ പ്രതിമയായി സ്വയം സങ്കല്പിക്കുമ്പോൾ അവനിലെ ബോധം ശരീരത്തിൽ നിന്ന് വേർപെടും. ഈ വേർപെടലാണ് നമ്മുടെ വേദനയെ ഇല്ലാതാക്കുന്നത്. ഈ കഥയിലെ ഏറ്റവും വലിയ പാഠമെന്നത് ധ്യാനം സംഭവിക്കാൻ നമ്മളതിൽ പൂർണ്ണമായി വിശ്വസിക്കണമെന്നില്ല എന്നതാണ്. മറിച്ച് നമ്മുടെ നിസ്സഹായാവസ്ഥയെ സ്വീകരിച്ചാൽ മാത്രം മതി. ഓഷോയുടെ സുഹൃത്ത് താനൊരു ശിലയാണെന്ന് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ആ അഭിനയം അവിടെ യാഥാർത്ഥ്യമായി മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് തൻ്റെ കൈകൾ ഇളക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ഇളക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സ് ആ ശിലാഭാവത്തെ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മെ തന്നെ ഉപേക്ഷിക്കുമ്പോൾ ഈ പ്രപഞ്ചം നമ്മെ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കും. അദ്ദേഹത്തിന് ആ 30 മിനിറ്റ് ഈ ലോകവും വേദനയും എല്ലാം അപ്രത്യക്ഷമായി. അദ്ദേഹം തൻ്റെ ഉള്ളിലെ കേന്ദ്രത്തിൽ ഏകനായി. വേദനയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് നമുക്കറിയാം. അത് ശാരീരികവുമാകാം, മാനസികവുമാകാം. വേദന വരുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ അതിനോട് യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ അതിൽ ഭയന്ന് വിറയ്ക്കും. എന്നാൽ വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ ഈ 11ാമത്തെ വിദ്യ വേദനയെ കൈകാര്യം ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ഇവിടെ നമ്മൾ വേദനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് വേദനയുമായുള്ള നമ്മുടെ താതാത്മ്യത്തെ മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഓഷോയുടെ ആ സുഹൃത്ത് പറഞ്ഞു, ആദ്യം എനിക്ക് വേദന ദൂരെ എവിടെയോ ആണെന്നാണ് തോന്നിയത്. പിന്നീടത് മറ്റാർക്കോ സംഭവിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടതെന്ന്. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? സാധാരണഗതിയിൽ എനിക്ക് വേദനിക്കുന്നു എന്ന് നമ്മൾ പറയും. ഇവിടെ ഞാനെന്ന കേന്ദ്രവും വേദന എന്ന അനുഭവവും ഒന്നായി മാറുകയാണ്. നമ്മളൊരു ശിലയെപ്പോലെ നിശ്ചലനാകുമ്പോൾ നമ്മുടെ ബോധം നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും വേദന ശരീരത്തിലാണെന്ന്. ആ ശരീരമാകട്ടെ ലോകത്തിൻ്റെ ഭാഗവുമാണ്. അവിടെ ഞാൻ ഈ ശരീരത്തെയും വേദനയെയും നോക്കിക്കാണുന്ന ഒരു സാക്ഷി മാത്രമാണ്. ഒരു ശിലയ്ക്കൊരടി കൊടുത്താൽ അതിന് വേദന എടുക്കില്ല, കാരണം അതിന് പ്രതികരിക്കാൻ ഇന്ദ്രിയങ്ങളില്ല. നമ്മളൊരു ശിലയായി മാറുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വാതിലുകൾ നമ്മൾ അടയ്ക്കുകയാണ്. വേദന എന്നതൊരു സിഗ്നലാണ്. ആ സിഗ്നൽ നമ്മുടെ തലച്ചോറിലേക്ക് എത്തണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ സജീവമായിരിക്കണം. നമ്മൾ നിശ്ചലനാകുകയും ശ്വാസമുള്ളിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ആ സിഗ്നൽ പാതി വഴിയിൽ അവിടെ മുറിക്കപ്പെടും. വേദന അവിടെ ഉണ്ടാകാം, പക്ഷെ അത് നമ്മിലേക്ക് എത്തുന്നില്ല. അത് ദൂരേക്ക് നീങ്ങിപ്പോകുന്ന ഒരു മേഘത്തെ പോലെ അവിടെ അപ്രത്യക്ഷമാകുന്നു. നമ്മുടെ വീടിനൊക്കെ തീ പിടിച്ചാൽ നമ്മളൊക്കെ പരിഭ്രാന്തരാകും, അല്ലേ? എന്നാൽ അയൽപക്കത്തെ വീടിനാണ് തീ പിടിച്ചതെങ്കിൽ നമ്മൾ അതീവ ജാഗ്രതയോടെ അത് നോക്കി നിൽക്കും. രണ്ടിടത്തും തീ ഒന്ന് തന്നെയാണ്. വ്യത്യാസമെന്നത് നമ്മുടെ മമത മാത്രമാണ്. ഈ ശരീരം ലോകത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ശരീരത്തിലെ വേദന അയൽക്കാരൻ്റെ വീട്ടിലെ തീ പോലെയായി മാറും. നമുക്കത് നോക്കി നിൽക്കാം, അത് നമ്മളെ പൊള്ളിക്കില്ല. നിങ്ങൾക്കൊരു തലവേദനയോ കാൽവേദനയോ വരുമ്പോൾ ഇതൊന്നും നിങ്ങൾ പരീക്ഷിക്കണം. ഒരു പ്രതിമ പോലെ ഇളകാതെ ഇരുന്ന് ശിലയായി മാറണം. ശേഷം നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കണം. ഇവിടെ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയരുത്. ആ ഭാഗത്തൊരു സംവേദനം നടക്കുന്നു, ഞാനത് കാണുന്നു എന്ന് പറയാം.
താമസിയാതെ നിങ്ങളിൽ നിന്ന് വേദന പടിപടിയായി അകലുന്നതും ഒടുവിൽ അത് വെറുമൊരു നിഴൽ പോലെ മായുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ വിദ്യയുടെ ഏറ്റവും ആഴമേറിയ വശത്തേക്ക് കടക്കാം നമുക്ക്. ഓഷോ പറയുകയാണ്, നിങ്ങളുടെ ശരീരം എന്നത് നിങ്ങളുടെ ഭാഗമല്ല, അത് ഈ ലോകത്തിൻ്റെ ഭാഗമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. നമ്മൾ ജനിച്ച അന്നു മുതൽ എൻ്റെ ശരീരം എൻ്റെ ശരീരം എന്ന് വിളിച്ച് ശീലിച്ച ഈ മാംസപിണ്ഡം എങ്ങനെയാണ് എൻ്റേതല്ലാതാകുന്നതെന്ന്. ഈ രഹസ്യം തിരിച്ചറിയുന്നിടത്താണ് സാക്ഷാത്കാരത്തിൻ്റെ തുടക്കമിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ദ്രവ്യത്താൽ നിർമ്മിതമാണ്, അത് നമുക്കറിയാം. നമുക്ക് ചുറ്റുമുള്ള മണ്ണും കല്ലും മരങ്ങളും എന്തിനാൽ നിർമ്മിതമാണോ അതേ മൂലകങ്ങളാൽ തന്നെയാണ് നമ്മുടെ ഈ ശരീരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരമായി മാറുന്നത്. ആ ഭക്ഷണം ഈ ഭൂമിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ശരീരം സത്യത്തിൽ ഈ ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണ്. നമ്മളൊരു ശിലയായി മാറുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിനപ്പുറത്തേക്ക് ഒരു ചുവട് വയ്ക്കുകയാണ്. ഈ ലോകത്തിന് നേരെ നമ്മൾ ഇന്ദ്രിയങ്ങൾ അടയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് നേരെയും അടയ്ക്കുന്നു. കാരണം ശരീരം എന്നത് ലോകത്തിൻ്റെ തന്നെ ഒരു വിപുലീകരണമാണ്. നമ്മൾ ശരീരത്തിൽ നിന്ന് വേർപെട്ട് നമ്മുടെ സത്തയിലേക്ക് മടങ്ങുന്ന നിമിഷമാണത്. പുറത്തേക്ക് ജനലുകളൊന്നുമില്ലാത്ത ഒരു പരമാണുവിനെ പോലെയായി മാറണം നമ്മൾ. സാധാരണയായി നമ്മുടെ മനസ്സിന് 5 ജനലുകളുണ്ട്, 5 ഇന്ദ്രിയങ്ങൾ. ആ ജനലുകൾ വഴി നമ്മൾ എപ്പോഴും പുറത്തേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. ഈ വിദ്യയിലൂടെ നമ്മൾ ആ ജനലുകളെല്ലാം കൊട്ടിയടയ്ക്കുകയാണ്. പുറത്തേക്ക് നോക്കാൻ ഒരു വഴിയുമില്ലാതാകുമ്പോൾ ബോധത്തിന് ഒരേ ഒരു ദിശ മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ്. ഈ ഉള്ളിലേക്കുള്ള മടക്കമാണ് നമ്മെ നമ്മുടെ കേന്ദ്രത്തിലെത്തിക്കുന്നത്. പുറം ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ശിലയോ ജഡമോ ഒക്കെ ആയിരിക്കാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പരമമായ ഉണർച്ചയിലായിരിക്കും. നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് പറയണം, ശരീരമേ നീ ഭൂമിയുടേതാണ്, നിന്നെ ഞാൻ ഭൂമിക്ക് വിട്ടു നൽകുന്നു. ഈ ശരീരം കല്ലുപോലെ ഭാരമുള്ളതാകട്ടെ എന്ന്. ശേഷം ഒരു പാറക്കല്ല് പോലെ നിശ്ചലമായി കിടക്കണം. ഈ അവസ്ഥയിൽ നമ്മൾ തിരിച്ചറിയും, നമ്മുടെ വിചാരങ്ങൾക്കും വേദനകൾക്കും അപ്പുറം ഒന്നിനും ബാധിക്കാൻ കഴിയാത്ത ഒരു സാക്ഷി നമ്മിൽ ബാക്കിയുണ്ടെന്ന്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചവനാകാം, പക്ഷെ നമ്മുടെ കേന്ദ്രത്തിൽ നമ്മൾ എന്നത്തെക്കാളും ജീവസുറ്റവരായിരിക്കും. ഈ സമാധി അവസ്ഥയിലാണ് യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. ശിവൻ പറയുന്ന ഈ ശിലാഭാവം പരിശീലിക്കാൻ നമ്മൾ എപ്പോഴാണ് സമയം കണ്ടെത്തേണ്ടത്? ഓഷോ പറയുന്നു, നിങ്ങൾ വിശ്രമത്തിനായി തിരഞ്ഞെടുക്കുന്ന ഓരോ നിമിഷവും ഇതിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന്. പ്രത്യേകിച്ച് രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ സമയം ഈ വിദ്യയ്ക്കായി മാറ്റിവെച്ചാൽ അത് നിങ്ങളുടെ ഉറക്കത്തെ പോലും ഒരു മഹാധ്യാനമാക്കി മാറ്റുമെന്ന്. ശിവൻ ഉറുമ്പിൻ്റെ ഉദാഹരണം നൽകിയത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കി മുൻപ്. എന്നാൽ ഒരു ഉറുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ ഇഴയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോൾ വിരിപ്പിൻ്റെ തണുപ്പോ ചൂടോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ഒരു നിമിത്തമാക്കി മാറ്റാം. ആ തണുപ്പിനെ അല്ലെങ്കിൽ ആ ചൂടിനെ അനുഭവിച്ചുകൊണ്ട് പെട്ടെന്നൊരു ശിലയായി നിങ്ങൾക്ക് മാറുവാൻ കഴിയും. ഒരു ശിലാപ്രതിമയെപ്പോലെ നിശ്ചലനാകുമ്പോൾ ആ തണുപ്പ് നമ്മിൽ നിന്ന് പതുക്കെ അകലാൻ തുടങ്ങും. കട്ടിൽ അപ്രത്യക്ഷമാകും, കിടപ്പുമുറി അപ്രത്യക്ഷമാകും. നമ്മൾ നമ്മുടെ കേന്ദ്രത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ഈ വിദ്യയിൽ ഏറ്റവും പ്രധാനമെന്നത് ശാരീരിക നിശ്ചലതയാണ്. നമ്മുടെ മനസ്സിനെ അടക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പം നമ്മുടെ
ശരീരത്തെ അടക്കുന്നതാണ്. നമ്മുടെ ശരീരം അവിടെ അനങ്ങാതെ ഇരുന്നാൽ മനസ്സിന് അധിക നേരം ഓടി നടക്കാൻ കഴിയില്ല. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏറ്റവും സുഖപ്രദമായ ഒരു നില തിരഞ്ഞെടുക്കണമെന്ന് ഇവിടെ പ്രധാനമാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു തീരുമാനമെടുക്കണം. അടുത്ത ഒരു 20 മിനിറ്റ് നേരം എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ ശരീരത്തെ ചലിപ്പിക്കില്ലെന്ന്. അതൊരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടാലും ഒരു ഇഴിച്ചിൽ തോന്നിയാലും ഒരു ശിലയെപ്പോലെ ഉറച്ചു നിൽക്കണം. ഈ പ്രതിരോധമാണ് നിങ്ങളുടെ ബോധത്തെ ഉണർത്തുന്നത്. ഈ പഴയ കാലത്തൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ പറയാറുണ്ട് അനങ്ങരുതെന്ന്. ആ ഒരു നിമിഷം നമ്മൾ ശ്വാസം പോലും അടക്കി നിശ്ചലനാകും. ഈ വിദ്യ ആ നിമിഷത്തെ ഒന്ന് നീട്ടിക്കൊണ്ടുപോകുവാനായിരുന്നു. നമ്മളൊരു സ്നാപ്ഷോട്ട് പോലെ നിശ്ചലനാകുമ്പോൾ അവിടെ നമ്മുടെ ആന്തരിക ചിത്രം തെളിഞ്ഞു വരും. രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇത് ചെയ്യുമ്പോൾ ഗുണങ്ങളേറെയാണ്. ഈ പരിശീലനത്തിനായി നമ്മുടെ ശരീരത്തെ ഒരു ജഡമായി സങ്കല്പിക്കണം. നമ്മൾ ശ്വാസം മാത്രം അവിടെ നടക്കും, ബാക്കിയെല്ലാം കല്ലുപോലെ ഉറച്ചിരിക്കും. പുറത്തെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും അവയോട് പ്രതികരിക്കാതിരിക്കണം. ഞാനൊരു ശിലയാണ്, ശിലകൾക്ക് കേൾവിയോ മറുപടിയോ ഇല്ല എന്ന് നമ്മൾ സ്വയം അറിയണം. ചലനങ്ങൾ നിലയ്ക്കുമ്പോൾ ഊർജം ഉള്ളിലേക്ക് തിരിയും. നമ്മൾ അറിയാതെ തന്നെ ഗാഢമായ ധ്യാനത്തിൽ നിന്നും ഗാഢമായ ഉറക്കത്തിലേക്ക് നമ്മൾ വഴുതി വീഴും. ഇങ്ങനെ ഉറങ്ങുന്ന ഒരാൾ രാവിലെ ഉണരുന്നത് അതീവ ഉന്മേഷത്തോടെ ആയിരിക്കും. കാരണം അയാളുടെ ഉറക്കം വെറും ഒരു വിശ്രമമായിരുന്നില്ല, മറിച്ച് അതൊരു സമാധിയായിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ആത്മീയ തീർത്ഥാടനം ഇവിടെ പൂർണ്ണതയിലെത്തുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സത്തയിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവൻ ഇവിടെ ഈ വിദ്യ അവസാനിപ്പിക്കുന്നത്. 11ാമത്തെ വിദ്യയുടെ അവസാന പടിയിലാണ് നമ്മളുള്ളത്. ജീവിതത്തിൽ ആദ്യമായി നിങ്ങളുടെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തെ നോക്കിക്കാണാൻ കഴിയും. നമ്മളിപ്പോൾ ലോകത്തെ നോക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് സത്യത്തെയല്ല, മറിച്ച് പുറംമോടികളെ മാത്രമാണ്. എന്നാൽ ഒരു ശിലയെപ്പോലെ നിശ്ചലനായി ഇന്ദ്രിയങ്ങളുടെ വാതിലുകൾ അടച്ച് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് മടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ കേന്ദ്രത്തിലെത്തുകയാണ്. ഈ കേന്ദ്രമെന്നത് നിശബ്ദതയുടെയും പ്രകാശത്തിൻ്റെയും ഇടമാണ്. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ലോകം പഴയതായിരിക്കില്ല. മരങ്ങൾ കൂടുതൽ പച്ചപ്പുള്ളതായും ആകാശം കൂടുതൽ നീലിമയായും മനുഷ്യർ കൂടുതൽ പ്രിയപ്പെട്ടവരായും നമുക്ക് തോന്നും. കാരണം നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ആത്മാവ് കൊണ്ടാണ്. ഓഷോ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഒരിക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്രത്തിലൂടെ നോക്കുവാൻ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ പഴയ മനുഷ്യനാകാൻ കഴിയില്ല എന്ന്. നമ്മിലുള്ള പഴയ ദേഷ്യം, പഴയ സങ്കടങ്ങൾ, പഴയ അസൂയകൾ, ഇതൊന്നും ആ കേന്ദ്രത്തിലേക്ക് കടന്നു വരില്ല. ഒരു പാമ്പ് അതിൻ്റെ പഴയ തോൽ ഉപേക്ഷിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ പഴയ വ്യക്തിത്വത്തെ ഉപേക്ഷിക്കുകയാണ് ഇവിടെ. അവിടെ ഒരു പുതിയ മനുഷ്യൻ ജനിക്കുന്നു. അയാൾക്കവിടെ ഭയമില്ല. കാരണം മരണമില്ലാത്ത ഒരു കേന്ദ്രമാണ് താനെന്ന് അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു മൊട്ട് വിരിഞ്ഞ് പൂവായാൽ അതിന് വീണ്ടും മൊട്ടാകാൻ കഴിയില്ലാത്തതുപോലെ നമ്മളൊരിക്കൽ ബോധത്തിൻ്റെ വെളിച്ചം കണ്ടാൽ പിന്നെ അജ്ഞതയുടെ ഇരുട്ടിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയില്ല. ആ അറിവ് നമ്മെ എന്നേക്കുമായി മാറ്റിമറിച്ചിരിക്കും. നമ്മുടെ ബോധം ശരീരത്തിൽ നിന്ന് പിൻവലിഞ്ഞ് കേന്ദ്രത്തിലേക്ക് കുതിക്കുമ്പോൾ അത് സത്യത്തിൽ ചെന്ന് തറയ്ക്കുകയാണ്. പിന്നെ അതിനെ പിന്നിലേക്ക് വലിക്കാൻ സാധ്യമല്ല. നമ്മളിപ്പോൾ ഒരു ശിലയല്ല, നമ്മൾ തുടങ്ങിയത് ശിലയാകാൻ പഠിച്ചുകൊണ്ടാണ്.
എന്നാൽ ഇത് അവസാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും, പുറമേ നമ്മൾ ശിലയാണെങ്കിലും ഉള്ളിൽ നമ്മൾ അനന്തമായ ചൈതന്യമാണെന്ന്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിശ്ചലനായിരിക്കാം, പക്ഷേ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്. മറ്റാരും നമ്മെ ഉണർത്താൻ വരില്ല, നമ്മൾ തന്നെ നമ്മുടെ വിളക്കാകുക. ഈ സമയം മുഴുവൻ നമ്മൾ ശിവനോടൊത്ത് സഞ്ചരിച്ചതിനാൽ നമ്മുടെ ഉള്ളിൽ ആ വെളിച്ചം തെളിഞ്ഞു കഴിഞ്ഞു. അത് കെട്ടുപോകാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. സ്നേഹമുള്ളവരെ, ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ആ നിശബ്ദത നിറയട്ടെ. ശരീരം ഈ ലോകത്തിൻ്റെതാണെന്നും നമ്മൾ ആ ലോകത്തെ നോക്കി നിൽക്കുന്ന നിത്യമായ സാക്ഷിയാണെന്നുമുള്ള അറിവിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ഈ നിശ്ചലതയിൽ അലിഞ്ഞു പോകട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ആ പരമമായ ചൈതന്യത്തിന്, ആ ദിവ്യബോധത്തിന് എൻ്റെ പ്രണാമം. നന്ദി, നമസ്കാരം.